ഓക്കെ, ഡിസംബർ 2025 കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് 15 MCQ. ദി ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടാക്സ് കംപ്ലയിൻസ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, പിന്നെ കോസ്റ്റ് അസർടൈൻമെൻറ്റ്, ഇൻ്ററിം ഓഡിറ്റ്. ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവിൽ ഏതേ വരുള്ളൂ? കോസ്റ്റ് അസർടൈൻമെൻറ്റ്. സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത പറയുന്നത് റിയോർഡർ ലെവൽ കാണാനുള്ളതാണ്. റിയോർഡർ ലെവൽ കാണാനുള്ള ഇക്വേഷൻ ഓർക്കുന്നുണ്ടാവും. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റിയോർഡർ പീരീഡാണ്. മാക്സിമം കൺസംഷൻ ഇവിടെ തന്നിട്ടുണ്ട് 300. മാക്സിമം റിയോർഡർ പീരീഡ് എത്രയാണ്? 8 to 10 ആണെങ്കിൽ 10 ആണ്. അപ്പോൾ എത്ര വരും? 3000. ആൻസർ ഏതാണ്? എ ആണ്. അടുത്തത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയ മാർജിനൽ കോസ്റ്റിംഗ് ഒന്നും പോകണ്ട, ബേസിക്. സെല്ലിംഗ് പ്രൈസ് 500, പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റ് ഈസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ നമുക്കറിയാം കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇത് സെയിൽസ്. കോസ്റ്റ് നമുക്ക് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 25% ആഡ് ചെയ്താൽ 125% ആണ് 125 ആണ് സെയിൽസ് വരിക. ഈ 125ന് ഈക്വലായിട്ടുള്ള എമൗണ്ടാണ് 500 തന്നിട്ടുള്ളത്. അപ്പോൾ 100ന് ഈക്വലായിട്ടുള്ള എമൗണ്ട് കോസ്റ്റ് കണ്ടെത്തുന്നതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ എങ്ങനെ കാണാം? 500 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 400 വരും. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. ഓക്കെ, കോസ്റ്റ് പ്ലസ് ഏതാണ്? പ്രോഫിറ്റ്. അപ്പോൾ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. കോസ്റ്റ് 100 ആയി, പ്രോഫിറ്റ് എത്രയാണ്? 25. അപ്പോൾ 125%. 125നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എമൗണ്ടാണ് 500. അപ്പോൾ 100നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എങ്ങനെ കാണാം മാത്തമാറ്റിക്കലി? 500 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 100. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ബേസിക് ക്വസ്റ്റ്യൻ. ഇനി CASകളാണ്. നമുക്കറിയാം 24ഓളം CAS ഉണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യുക. CASുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത്. CAS ഏതാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. CS 15 കണ്ടില്ലേ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓക്കെ, സിമ്പിൾ. CS 12 ഏതാണ്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. നോക്കാം. 12 റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, ഗ്രേറ്റ്. കണ്ടാ 2 എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. ഓഡിറ്റ് ഫീസ് പെയ്ഡ് ടു ദ കോസ്റ്റ് ഓഡിറ്റർ ഈസ് ദ പാർട്ട് ഓഫ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമല്ല, പ്രൊഡക്ഷൻ്റെ ഭാഗമല്ല. ഏതിൻ്റെ ഭാഗം? അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ അല്ലേ? നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ അണ്ടറിലാണ് ഇത് വരിക, ഓഡിറ്റ് ഫീ വരിക. ദെൻ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടാണ്. നമുക്കറിയാം കോസ്റ്റിങ്ങിൽ റിസർവ് എന്ത് ചെയ്യില്ല? കാണിക്കില്ല. P&L കാണിക്കും. അപ്പോൾ P&L നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? റിസർവ് കുറച്ചിട്ടുണ്ടാവും. ഓക്കെ, അഥവാ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നിന്ന് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കോസ്റ്റ് റെക്കോർഡ്സ് ആണെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി കുറച്ചതിനെ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആഡഡ് ടു ഏതാണ്? ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അല്ല, ഇനി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കോസ്റ്റ് അക്കൗണ്ട്സ് ആണെങ്കിൽ ഫിനാൻഷ്യലിൽ നിന്ന് ട്രാൻസ്ഫർ ടു റിസർവ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റിങ്ങിൽ നിന്ന് കുറയ്ക്കണം. പക്ഷെ കോസ്റ്റിങ്ങിൽ നിന്ന് കുറയ്ക്കണം എന്ന ഒരു ഇതിവിടെ തന്നിട്ടില്ല. ആഡഡ് ടു കോസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ ഇത് അപ്രോപ്രിയേറ്റ് ആൻസർ ഏതന്നെയാണ്? എ എന്നാണ്. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ പറയാം. റിസർവ് P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും, വിച്ച് മീൻസ് നോർമൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കുറച്ചിട്ടുണ്ടാവും. ഓക്കെ, കോസ്റ്റിങ്ങിൽ അത് എടുക്കില്ല. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കുറച്ചതുകൊണ്ട് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. എ ആണ് ആൻസർ. വെൻ കൺസേൺ ഈസ് റെൻഡറിങ്. സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഏതാണ് അപ്ലിക്കബിൾ ആവുക? സർവീസ് കൺസേൺ ആയിട്ടുള്ള, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കോസ്റ്റ് അസർടൈൻ ചെയ്യാനുള്ള മെത്തേഡാണ് ഇത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അടുത്തത് വേർ 70% ഓഫ് ദ കോൺട്രാക്ട് പ്രൈസ് ഈസ് സർട്ടിഫൈഡാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കോൺട്രാക്ട് കോസ്റ്റിൽ. അപ്പോൾ എത്ര കിട്ടി? 70%. അപ്പോൾ തേർഡ് സ്ലാബിൽ. അപ്പോൾ എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L എങ്ങനെ കാണാം? ഇതാണ് എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L. ഏതാ?
നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഞാനിവിടെ സ്ലാബ് ഇങ്ങനെ ജസ്റ്റ് എഴുതിയതാണ്. വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻ 100 കണ്ട് <25 ആണെങ്കിൽ ഫുൾ എമൗണ്ട് റിസർവിലേക്ക്, 25 to <50 ആണെങ്കിൽ ഏതാണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 വരും, 1/3 വരും ഇവിടെ, ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അല്ല 50 to 90 ആണെങ്കിൽ ഏതാണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. സിമ്പിൾ. ഇതിനടുത്ത് പ്രോസസ് അക്കൗണ്ട് ഉണ്ട്. പ്രോസസ് ബി 75 യൂണിറ്റ് കമ്മോഡിറ്റി വർ ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് എ അറ്റ് എ കോസ്റ്റ് ഓഫ് 1350. അപ്പോൾ പ്രോസസ് ബിയുടെ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. എയിൽ നിന്ന് വന്നത് 75 യൂണിറ്റ് 1310. അഡീഷണൽ എക്സ്പെൻസ് 190 ഡെബിറ്റ് ചെയ്തു. 20% ഓഫ് ദ യൂണിറ്റ് വർ നോർമലി ലോസ്റ്റ് ആൻഡ് സോൾഡ് 4 രൂപ. അപ്പോൾ 75ൻ്റെ 20% ഉണ്ട്. അതിപ്പോൾ എത്ര വന്നു? 15 വന്നു. അത് വിറ്റത് ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ച്? 4 വെച്ച്. അപ്പോൾ എത്ര വരും? 60 വരും. ഓക്കെ അല്ലേ? പിന്നെ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ് 70 യൂണിറ്റാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ക്രെഡിറ്റിൽ 15 + 70 85 വരും. 85 ഹെവി വന്നുകൊണ്ട് അബ്നോർമൽ ഗെയിൻ വരും 10. ഇവിടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്? നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 70ന് നേരെ എഴുതേണ്ട എമൗണ്ട് കണ്ടെത്താനാണ് പറയുന്നത്. നമുക്കറിയാം ഇതിനൊരു ഇക്വേഷൻ എന്താ? ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ് ഇൻറ്റു ഗുഡ് യൂണിറ്റ്. ഗുഡ് യൂണിറ്റാണ് ഈ 70. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ഇപ്പോൾ ഇതുവരെയുള്ള ടോട്ടൽ കോസ്റ്റ് 1310 + 190 എത്ര? 1500 മൈനസ് അതിന് നോർമൽ ലോസിൻ്റെ എമൗണ്ട് 60 ഡിവൈഡ് ബൈ ഇൻപുട്ട് എത്ര? 75 മൈനസ് നോർമൽ ലോസ് യൂണിറ്റ് എത്രയാണ്? 15. ചെയ്ത് കഴിഞ്ഞാൽ 1680 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും ആൻസർ. സിമ്പിൾ. ഒരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അടുത്ത മാർജിൻ ഓഫ് സേഫ്റ്റി 20% തന്നിട്ടുണ്ട്. PV റേഷ്യോ 60% തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാലോ. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. സിമ്പിളാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി 20%, പ്രോഫിറ്റ് അറിയില്ല, പക്ഷേ PV റേഷ്യോ അറിയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 20 × 60% എടുത്ത് എത്ര വരും? 12%. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഏതാണ്? അപ്പോൾ ആൻസർ ബി വരും. ഓക്കെ. അടുത്തത് ബ്രേക്ക് ഇവൻ ഇൻക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സെല്ലിംഗ് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിനറി എമൗണ്ട് എടുക്കാം. എങ്ങനെ? ബ്രേക്ക് ഇവൻ പോയിൻ്റ് ആദ്യം കാണാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്ര? 5000. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കാണാം? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് ഏതാണ്? വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ പറയുന്ന ഒരു 40, വാരിയബിൾ കോസ്റ്റ് സെല്ലിംഗ് പ്രൈസ് 100, വാരിയബിൾ കോസ്റ്റ് 40, അപ്പോൾ 60 വരും. അപ്പോൾ നമ്മൾ 5000 ചെയ്തപ്പോൾ എത്ര വന്ന്? 83.33 വന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 83.33 യൂണിറ്റാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് ഈ പറയുന്ന സിറ്റുവേഷൻ നോക്കി നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസായി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 100 അല്ല ഉള്ളത്, അത് ഇൻക്രീസായി 110 എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാവുക? പുതിയ എന്ത് കാണാം? ബ്രേക്ക് ഇവൻ പോയിൻ്റ് കണ്ടു നോക്കാം. എങ്ങനെ ബ്രേക്ക് ഇവൻ? 5000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര വരും? 71.43 വരും. എന്താ ഇവിടെ സംഭവിച്ചത്? ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ത് ചെയ്തു? 83, 71 ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ്. ഡിക്രീസ് ദ ബ്രേക്ക് ഇവൻ പോയിൻ്റ്. ഓക്കെ, അടുത്ത പറയുന്നത് വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വേരിയൻസ് പറഞ്ഞതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസാണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ 1 - 2 ആണ്. 1 എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. മൈനസ് ഏതാണ്? 2 ഏതാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ആണ് ഇത് ആക്ച്വൽ കോസ്റ്റ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. സിമ്പിൾ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അടുത്ത് ഫിക്സഡും വേരിയബിൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ് ഏതാണ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. ഓർക്കുന്നുണ്ടാവും. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നമ്മളിങ്ങനെ 10,000 യൂണിറ്റ് ആണെങ്കിൽ 8,000 യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അടുത്ത ഡാഷ് ഈസ് ദ ഫാക്ടർ ഹൂ ഇൻഫ്ലുവൻസ് എഫക്റ്റ് ഓഫ് ഓൾ അതർ ബഡ്ജറ്റ്. ഏതാണ്? കീ ഫാക്ടറാണ്. ഓക്കെ, KPI എന്നൊക്കെ കേട്ടില്ലേ?
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്.